ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. തമ്പനയിൽ കണ്ടപ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ എന്താ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന്. എന്നാലും ഒന്നുകൂടെ പറഞ്ഞു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഇന്റർവ്യൂ പ്രൊസീജിയേഴ്സ് ആണ്. നമ്മുടെ ജർമ്മനിയിൽ നിന്ന് വേണമെങ്കിൽ പറയാം, നമുക്ക് ഇവിടുത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് ജർമ്മൻ ഇവിടുത്തെ ഇന്റർവ്യൂ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, ഇന്റർവ്യൂവിന്റെ സ്റ്റെപ്സ്. അപ്പൊ ഞാൻ വർക്ക് ചെയ്തേക്കുന്നത് ഒരു മെക്കാനിക്കൽ ഫീൽഡിലും അവള് വർക്ക് ചെയ്തേക്കുന്നത് IT ഫീൽഡിലുമാണ്. അപ്പൊ രണ്ടുപേർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഇന്റർവ്യൂവിന്റെ കുറച്ച് എക്സ്പീരിയൻസസ് ഉള്ളത്. ഞങ്ങൾ ആ ടോപ്പിക് ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോ തന്നെ എനിക്കുള്ള ആ ഒരു എക്സ്പീരിയൻസ് അല്ല ശരിക്കും അച്ചാച്ചനുള്ളത്. അപ്പൊ ഞങ്ങൾ കരുതി എന്തായാലും ഒരുമിച്ചിരുന്ന് എന്റെ IT ഫീൽഡിലെ എക്സ്പീരിയൻസും അച്ചാച്ചന്റെ മെക്കാനിക്കൽ ഫീൽഡിലെ എക്സ്പീരിയൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ നോർമലി എങ്ങനെയായിരിക്കും എന്നൊക്കെ. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം അത്യാവശ്യമായിട്ട് കാരണം ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാനുള്ളത് ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് വല്ല സ്കിപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് ടോപ്പിക്കിലോട്ട് പോകാൻ. എന്താന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ഫാമിലി ഒരു കുഞ്ഞു യൂട്യൂബ് ഫാമിലിയാണ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാര് നമുക്ക് യൂട്യൂബിൽ കമന്റും ഒരുപാട് പേര് അതിലും കൂടുതൽ ആൾക്കാർ നമുക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ജർമ്മനിയിൽ വന്നിട്ട് ഒരു ജോബ് കണ്ടുപിടിക്കുന്നതിന്റെ ആ ഒരു ജേർണി, അതിലുണ്ടായിരുന്ന കുറെ സ്ട്രഗിൾസും എങ്ങനെയാണ് ജോലി കിട്ടിയത് എന്നൊക്കെ ഉള്ളതിന്റെ ഡീറ്റെയിൽസ് ആയിരുന്നേ. അപ്പൊ ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ കുറെ പേര് പറഞ്ഞു ആ വീഡിയോ അവർക്ക് ശരിക്കും നന്നായി റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, അവർക്കും ജോലി കിട്ടും എന്നൊരു തോന്നലായിരുന്നു. അങ്ങനെ കുറെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. മെസ്സേജ് അയച്ചവർക്കും കമന്റ് ഇട്ടവർക്കും അതിന് ടൈം കണ്ടെത്തിയവർക്കും എല്ലാം ഒരുപാട് താങ്ക്സ്. അതേപോലെ നമ്മുടെ കമന്റ്സിലും മെസ്സേജ് അയച്ചും കുറെ ആൾക്കാർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ കുറെ വീഡിയോസ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈ വീഡിയോ ടോപ്പിക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിലെ ഒരു ടോപ്പിക്കാണ് മെയിൻലി ഇത്. അങ്ങനെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതാണ് ഇന്റർവ്യൂയുടെ ഇവിടുത്തെ പ്രോസസ്സും അതേപോലെ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്കുണ്ടായിരുന്ന എക്സ്പീരിയൻസ് അതൊരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാം. നമ്മൾ ശരിക്കും പ്ലാൻ ചെയ്തൊരു വീഡിയോ അല്ലായിരുന്നു ഇത്. എന്തായാലും നമ്മളോട് പറഞ്ഞു. അപ്പൊ നമ്മൾ ഓക്കെ നമുക്ക് അങ്ങനെ ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഒന്നുകൂടെ താങ്ക്സ്. അപ്പം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഒരു ഇന്റർവ്യൂ പ്രോസസ്സിന്റെ തുടക്കത്തിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ അയക്കുന്നത്. അവിടെ തൊട്ടേ നമ്മൾ അത്യാവശ്യം നല്ല പ്രിപ്പയർഡ് ആയിരിക്കണേ. ഒരു ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യമാണ് ഒന്ന് CV, ഒന്ന് കവർ ലെറ്റർ. CV എന്ന് പറയുന്നത് നമ്മള് നേരത്തെ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു ഇവളുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അപ്പൊ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു തോന്നുന്നു CV എന്ന് പറയുന്നത് പക്ക സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ്. അപ്പൊ അത് നമ്മളെ നമ്മുടെ എംപ്ലോയറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് സാധനമാണ് CV. പിന്നെ എല്ലാവരും ഇവിടെ കവർ ലെറ്ററും കൂടെ കൊടുക്കും. അതായത് CV എന്ന് പറയുന്നത് ലേബൻസ്ലൈഫ് ജർമ്മനിൽ, കവർ ലെറ്റർ എന്ന് പറയുന്നത് അൻഷ്രൈബ്. അപ്പം കവർ ലെറ്ററും കൂടെ വെച്ച് അപ്ലൈ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നമുക്കൊരു ജോലി കിട്ടാൻ കൂടുതൽ ചാൻസ്. അപ്പൊ CV-ക്കകത്തുള്ള കാര്യങ്ങള്, CV എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതുന്ന കാര്യം. നമ്മളൊന്നും ഒരിക്കലും വാരി വലിച്ച് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. പക്ഷെ നേരെ മറിച്ച് കവർ ലെറ്ററിനകത്ത് നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എഴുതാം. അത്യാവശ്യം ഒരു പേജിനകത്ത് നിൽക്കണം കവർ ലെറ്റർ. അപ്പൊ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും എന്തൊക്കെ അതിനകത്ത് ഉൾക്കൊള്ളിക്കണം എന്നൊക്കെ. ഇത് രണ്ടാണ് മെയിൻ ഡോക്യുമെന്റ്. പിന്നെ നിങ്ങൾ എന്തൊക്കെ സർട്ടിഫിക്കേഷൻസ് ചെയ്തിട്ടുണ്ടോ, അത് ബാച്ചിലർ ഡിഗ്രി അങ്ങനത്തെ ഡിഗ്രി ഡോക്യുമെന്റ്സ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഉണ്ടെങ്കിൽ അതും കൂടെ വെച്ച് വേണം നമ്മുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സിനകത്ത് അല്ല ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ വേണ്ട ഡോക്യുമെന്റ്സ്. അതുപോലെ നമ്മൾ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിലോ, നമുക്ക് എക്സ്ട്രാ ചെയ്ത ഇന്റേൺഷിപ്പിന്റെയോ ഏതെങ്കിലും കമ്പനിയിൽ ഷോർട്ട് ടൈം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലോ അതിന്റെയൊക്കെ സർട്ടിഫിക്കറ്റ്സ് നമുക്ക് അതർ ഡോക്യുമെന്റ്സ് ആയിട്ട് ആഡ് ചെയ്യാവേ. നമുക്ക് എത്ര നമ്മളെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടോ അത് നമുക്ക് എപ്പോഴും കൂടുതൽ ബെനിഫിഷ്യൽ ആയിരിക്കും നമ്മൾ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ചെയ്യാൻ നേരത്തേക്ക്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പ്രയോറിറ്റി, കൂടുതൽ ചാൻസസ്, പ്രിഫറൻസ് നമുക്ക് കൂടുതൽ കിട്ടും. അതുകൊണ്ട് അതും കൂടെ വെച്ച് അപ്ലൈ ചെയ്താൽ സ്റ്റാർട്ടിംഗ് ഫേസിൽ അത് നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ പിന്നെ നമ്മളൊരു ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോ അയച്ചു കഴിഞ്ഞാൽ നാളെ അല്ലെങ്കിൽ മറ്റേനാ നമുക്കൊരു ആൻസർ കിട്ടും, എത്രയും പെട്ടെന്ന് ഒരു ആൻസർ കിട്ടുമെന്നൊന്നും വിചാരിക്കരുത്. നമ്മൾ അയച്ച ആപ്ലിക്കേഷൻ കമ്പനി ചെന്ന് അവരതെല്ലാം സ്ക്രീൻ ചെയ്ത് നമുക്കൊരു റെസ്പോൺസ് കിട്ടാനായിട്ട് ചിലപ്പോൾ ഒരു 2 weeks 3 weeks, ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത് 2 weeks 3 weeks ഒക്കെ എടുക്കുമായിരിക്കും നമുക്കൊരു റെസ്പോൺസ് കിട്ടാനായിട്ട്. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ്, അതായത് നമ്മുടെ ഒരു ഇന്റർവ്യൂവിലെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്
HR പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ഒരു സ്ക്രീനിങ് പോലത്തെ ഒരു സ്റ്റേജ് ആണ് അത്. ആ സമയത്ത് യൂഷ്വലി നമ്മൾ അയക്കുന്ന കമ്പനിയുടെ HR നമ്മളെ ഫോൺ കോളിൽ കൂടോ അല്ലെങ്കിൽ ഇമെയിൽ കൂടോ നമ്മുടെ ആപ്ലിക്കേഷൻ അവർ സെലക്ട് ചെയ്യുവാണെങ്കിൽ ഫോൺ കോളിൽ കൂടോ അല്ലെങ്കിൽ ഒരു ഇമെയിൽ കൂടോ ആയിരിക്കും അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ നമ്മളെ ഒരു എന്നെ ഒന്ന് രണ്ട് കമ്പനിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. HR കോൾ ചെയ്തിട്ട് നമ്മളുടെ ഡീറ്റെയിൽസ്, നമ്മൾ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്, കമ്പനിയുടെ ഡീറ്റെയിൽസ്, അതേപോലെ അവരുടെ കമ്പനിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, എത്ര എംപ്ലോയീസ് ഉണ്ട് അവിടെ, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അവിടെ, അതിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നമ്മളെ അവർ നോക്കുന്നത്, നമ്മുടെ ജോബിന്റെ ഒരു നേച്ചർ എന്താണ്, അങ്ങനത്തെ ഒരു ബേസിക് ഔട്ട്ലൈൻ ആയിരിക്കും ഒരു HR ഇന്റർവ്യൂവിൽ തരുന്നത്. പിന്നെ ചോദിക്കും നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് HR ക്വസ്റ്റ്യൻസും ചിലപ്പോൾ നമുക്ക് ഈ HR റൗണ്ടിൽ എക്സ്പെക്ട് ചെയ്യാം. അതൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നേ. അതേപോലെ തന്നെ ആയിരിക്കാം അല്ലേ? എനിക്ക് ഇതുപോലെ ബേസിക്കലി നമുക്ക് ഷുവർ ആയിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പൊ എനിക്ക് ചില ഇന്റർവ്യൂസ് നടന്നിട്ടുണ്ട്, HR വിളിക്കാതെ ഡയറക്ട്ലി മാനേജർ കോൺടാക്ട് ചെയ്ത ഇന്റർവ്യൂസ് ഉണ്ട്. സോ നമുക്ക് പറയാൻ പറ്റത്തില്ല, HR വിളിക്കാമെന്ന് ഷുവറിറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷെ വിളിക്കാൻ സാധ്യത ഉണ്ടായിരിക്കും. അപ്പൊ വിളിച്ചാൽ ഈ പറഞ്ഞ പോലൊക്കെ തന്നെ ആയിരിക്കും HR ചോദിക്കുന്നത്. HR ബേസിക്കലി അറിയേണ്ടത് നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയണം, നമ്മൾ പ്രീവിയസ്ലി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അറിയണം, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ നെക്സ്റ്റ് അവൈലബിൾ ഡേറ്റ്സ് അറിയണം, HR അടുത്ത ഇന്റർവ്യൂവിന് വെക്കാൻ വേണ്ടി, പിന്നെ എന്ന് കയറാൻ പറ്റും, എന്ന് ജോലിക്ക് കയറാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതലും HR ആയിരിക്കും നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ വീണ്ടും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കറന്റ് വർക്ക് ചെയ്യുക, എന്നിട്ട് ഇൻ ബിറ്റ്വീൻ നമ്മൾ ജോലി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവർ ചോദിക്കും പഴയ കമ്പനിയിൽ എത്ര നാളാണ് നോട്ടീസ് പീരീഡ്, ഇങ്ങനത്തെ ഒക്കെ കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് എന്തായാലും HR ചോദിക്കും. അത്ര ടഫ് ഒന്നും അല്ല HR റൗണ്ട് എന്ന് എനിക്ക് തോന്നുന്നല്ലേ? അത്ര ടഫ് ഒന്നും അല്ല, നമുക്ക് അറിയാവുന്ന ഡീറ്റെയിൽസ് പറഞ്ഞ് പ്രസന്റ് ചെയ്യും. പിന്നെ ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു ജർമ്മൻ സ്പീക്കിംഗ് ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ HR ആയിരിക്കും ഒബ്വിയസ്ലി അവിടെ തീരുമാനിക്കുക. നമ്മൾ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് തന്നെ ജർമ്മനിലായിരിക്കണം. സോ അപ്പോഴേ HR തീരുമാനിക്കും, ഡിസൈഡ് ചെയ്യും, ഓക്കെ നമുക്ക് ഇത്രത്തോളം ജർമ്മൻ അറിയാം, അവിടെ കൊണ്ട് നമ്മുടെ ഒരു വിലയിരുത്തല് കഴിഞ്ഞിരിക്കും. സോ പിന്നെ ഫർദർ പോകണോ വേണ്ടയോ എന്ന് HR തീരുമാനിക്കും. അപ്പൊ എന്തായാലും കുറച്ച് പ്രിപ്പയർഡ് ആയിരിക്കുന്നത് എന്തായാലും നല്ലതായിരിക്കും HR കോളിനായാലും. അപ്പൊ ഈ HR കോൾ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പം ആ ഒരു ഫസ്റ്റ് റൗണ്ടിൽ തന്നെ HR നമ്മളോട് ഇൻഫോം ചെയ്യും. നെക്സ്റ്റ് ഒരു ചിലപ്പോൾ കോളിൽ ഇൻഫോം ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ഇമെയിൽ അയച്ച് നമുക്ക് ഇൻഫോം ചെയ്യും. നെക്സ്റ്റ് ഒരു ടെക്നിക്കൽ ഇന്റർവ്യൂ പോലെ അല്ലെ, ഒരു ഫസ്റ്റ് ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ഇന്റർവ്യൂ പോലെ, അത് ഒരു ഡേറ്റും അവൈലബിൾ ആയിട്ടുള്ളത് നമ്മളെ അറിയിക്കും. ഇനി നെക്സ്റ്റ് നമ്മുടെ ഫസ്റ്റ് ഇന്റർവ്യൂ, അതായത് ടെക്നിക്കൽ ഇന്റർവ്യൂ, അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു സെഷൻ, ഒരു പ്രോസസ്സ്. അത് കഴിഞ്ഞ് കിട്ടുക എന്നാണ് ഏറ്റവും വലിയ ടാസ്ക്. അതിന് പോകുമ്പോൾ നിങ്ങൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണേ. HR ഇന്റർവ്യൂ പോലെ അത്ര ഇതായിട്ട് ഒരു ഇന്റർവ്യൂ സെക്ഷനെ നമ്മൾ അത്ര എന്താ പറയണ്ടേ, അത്ര ഈസി ആയിട്ട് എടുക്കണ്ട. എന്നാലും HR ഇന്റർവ്യൂവിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ടെക്നിക്കൽ റൗണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. കാരണം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ചുകൂടെ നമ്മൾ അപ്ലൈ ചെയ്ത ജോബുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരോടായിരിക്കും. ആ ഇന്റർവ്യൂവിൽ എനിക്ക് തോന്നുന്നു, ഈ ടെക്നിക്കൽ ഇന്റർവ്യൂ സെഷനിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ അപ്ലൈ ചെയ്ത ജോബില് നമ്മുടെ ഹെഡായിട്ട്, ഇപ്പൊ ഞാൻ അപ്ലൈ ചെയ്യുന്നത് IT ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ ആ IT ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡും പിന്നെ മാനേജറോ അങ്ങനെ വല്ലതും ആയിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പൊ അങ്ങനെ തന്നെ ആയിരിക്കും തോന്നല്ലേ അവിടെ? എന്റെ കേസിലാണെങ്കിലും ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഡയറക്ട് മാനേജറുമായിട്ട് കമ്പനിയിൽ വന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഡയറക്ട്ലി വിളിച്ച കേസസ് ഉണ്ട്. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ ഫസ്റ്റ്ലി ഈ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് മാനേജറായിട്ടൊക്കെ നടത്തുന്ന ഇന്റർവ്യൂ എന്ന് പറയുന്നത് ടീംസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓൺലൈൻ ആയിട്ടുള്ള മീറ്റിംഗ് ആയിരിക്കും. ഇപ്പൊ ഓൺലൈൻ ഇന്റർവ്യൂ നടത്താൻ നേരത്ത് ചിലപ്പം നമ്മൾ അന്ന് നേരത്തെ വിളിച്ച HR-ഉം ആ മീറ്റിങ്ങിനകത്ത് കാണുമായിരിക്കും. അപ്പൊ ഇവരെല്ലാരും കൂടി ഇരുന്നിട്ട് ഒരു റൗണ്ട് ആയിരിക്കും ആ ടെക്നിക്കൽ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അവർ ബേസിക്കലി നോക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ പ്രീവിയസ് ഹിസ്റ്ററി, നമ്മൾ നേരത്തെ എന്തുവാണ് ചെയ്തിട്ടുള്ളത്, ഇപ്പൊ നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവിടെ പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും അവരുടെ ക്വസ്റ്റ്യൻസ് നമ്മുടെ അടുത്ത് ഷൂട്ട് ചെയ്യുന്നത്. സോ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ മാസ്റ്റേഴ്സ് കഴിഞ്ഞതാണ്. അപ്പൊ മാസ്റ്റേഴ്സ് കഴിഞ്ഞത് കൊണ്ട് എനിക്ക് നാട്ടിൽ വർക്ക് എക്സ്പീരിയൻസ് ഇല്ലെന്ന് അവർക്കറിയാം. അപ്പൊ നാട്ടിൽ ബാച്ചിലേഴ്സ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്റെ ഇന്റർവ്യൂ പ്രൊസീജിയേഴ്സ് നടന്ന എങ്ങനെയാന്ന് വെച്ചാൽ എന്റെ അടുത്ത് അവർ ചോദിച്ചു, മാസ്റ്റേഴ്സ് ഇവിടെ കഴിഞ്ഞു, അപ്പൊ മാസ്റ്റേഴ്സിൽ എന്താണ് നമ്മൾ പഠിച്ചത്, എന്താണ് നമ്മൾ ചെയ്തത്, നമ്മുടെ ഇന്റേൺഷിപ്പ് എന്തുവായിരുന്നു, മാസ്റ്റർ തീസിസ് എന്തുവായിരുന്നു. അപ്പൊ ഇതെല്ലാം ഞാൻ അപ്ലൈ ചെയ്ത ജോബ് എല്ലാം ജർമ്മൻ ജോബ് ആയതുകൊണ്ട് ഞാൻ ഇന്ന വരെ ഇന്റർവ്യൂ
എനിക്ക് തോന്നുന്നു ഒരു 20-25 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അതില് ഒരു ഇന്റർവ്യൂ എനിക്ക് ഇന്നവരെ ഇംഗ്ലീഷിൽ നടന്നിട്ടില്ല. അപ്പൊ എല്ലാ ഇന്റർവ്യൂ നടന്നത് ജർമ്മനിലായിരുന്നു. അപ്പൊ ഞാൻ പഠിച്ചതെല്ലാം ഇംഗ്ലീഷിലായതുകൊണ്ട് മാസ്റ്റർ തീസിസും എല്ലാ കാര്യങ്ങളും ഇംഗ്ലീഷ് ചെയ്തതുകൊണ്ട് ഈ ടെക്നിക്കൽ ടേംസ് എല്ലാം ഞാൻ ജർമ്മനിൽ കൺവേർട്ട് ചെയ്ത് കുറെ പഠിക്കണമായിരുന്നു. അപ്പം അങ്ങനെ പഠിച്ച ഇന്റർവ്യൂവിന് ഇരുന്നു. അപ്പൊ ഇവര് ചോദിക്കാൻ നേരത്ത് നമുക്ക് അതുപോലെ പറയാൻ പറ്റണം, ജർമ്മനിൽ പറയാൻ പറ്റണം. അപ്പം അങ്ങനെ ആ രീതിയിൽ നമ്മൾ പ്രിപ്പയർഡ് ആവണം ഇവിടെ പഠിച്ച ആൾക്കാര്. പിന്നെ നാട്ടിൽ വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ ചിലപ്പം അവർ ചോദിക്കുമായിരിക്കും നാട്ടിലെ വർക്ക് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, എന്തൊക്കെയാ ചെയ്തത് എന്നൊക്കെ ചോദിക്കുമായിരിക്കും. പിന്നെ ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അവർ ഫസ്റ്റ്ലി തുടങ്ങുന്ന അങ്ങനെ ആയിരിക്കും. നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ അവർ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് നമ്മുടെ ഇൻട്രൊഡക്ഷൻ പറയണം. അപ്പം നമ്മൾ പറഞ്ഞു തുടങ്ങേണ്ടത് നാട്ടിൽ നമ്മൾ ഹയർ സ്റ്റഡീസ് ചെയ്തത് തൊട്ട് നാട്ടിൽ എന്തൊക്കെ ചെയ്തു, നാട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയണം, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, കാരണം പ്രസന്റ്ലി ഉള്ള കാര്യങ്ങൾ വരെ പറഞ്ഞു നിർത്തണം. പിന്നെ ഫർദർ ആയിട്ട് അവര് ചോദിച്ചു തുടങ്ങും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, അല്ലെ എന്തൊക്കെ ചെയ്തതിനെ കുറിച്ചുള്ള കുറെ ക്വസ്റ്റ്യൻസ് അവർ നമ്മുടെ അടുത്ത് ചോദിക്കും. അതൊക്കെയായിരുന്നു എന്റെ ഒരു എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ. എനിക്കും ടെക്നിക്കൽ ഇന്റർവ്യൂ ഏകദേശം അതുപോലൊക്കെ തന്നെ ആയിരുന്നു. ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് ഇംഗ്ലീഷ് ജോബിനാണെങ്കിൽ പോലും എനിക്ക് ഇന്റർവ്യൂ എടുക്കാൻ വന്ന സമയത്ത് ഞാൻ ഇപ്പം കറന്റ് ഇരിക്കുന്ന ജോബിൽ എന്റെ മാനേജർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ജർമ്മനിലായിരുന്നു. ജർമ്മനിലാണ് പുള്ളി സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഞാൻ വിചാരിച്ചു അയ്യോ ദൈവമേ പെട്ടു എന്നൊക്കെ കരുതിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു എനിക്ക് ജർമ്മൻ അറിയത്തില്ല, ഇംഗ്ലീഷ് ആണ് എന്ന് പറഞ്ഞപ്പോ പുള്ളി കൂളായിട്ട് കണ്ടിന്യൂ ചെയ്ത് ഇംഗ്ലീഷ് പറഞ്ഞേ. അപ്പം അങ്ങനെ ചിലപ്പം കേസുകളൊക്കെ ഉണ്ടാവാം. നമ്മൾ ഇംഗ്ലീഷ് ജോബാണ് അപ്ലൈ ചെയ്തതെന്ന് കരുതിയിട്ട് നമ്മളെ വിളിക്കുന്ന HR നമ്മളുടെ മാനേജറോ മേ ബി ജർമ്മനി തന്നെ സംസാരിക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയാം നമുക്ക് ഇംഗ്ലീഷ് ആണ് കൂടുതൽ അറിയാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർ അത് ഓക്കെ ആയിരിക്കും, അവരത് അങ്ങനെ സംസാരിച്ചു പോകും. എന്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ വാട്ട് ഈസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ കുറച്ച് കുറവാണ് എന്ന് തോന്നുന്നു നാട്ടിലെ അപേക്ഷിച്ച്. നാട്ടിൽ നമ്മളൊരു ഇന്റർവ്യൂ ഇപ്പൊ ഒരു IT ഫീൽഡിൽ ഇന്റർവ്യൂ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറെ വാട്ട് ഈസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഇപ്പൊ ജാവയിലെയോ നമ്മൾ പഠിച്ച പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മളെ പ്രോഗ്രാം എഴുതിപ്പിക്കും. അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് നാട്ടിലുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു നമുക്ക് പ്രാക്ടിക്കലി എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഇവർ കൂടുതൽ. നമുക്ക് തിയറട്ടിക്കലി എത്ര നോളജ് ഉണ്ട് അതിനേക്കാളും പ്രാക്ടിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് നമ്മൾ എന്താണ് വർക്ക് ചെയ്തത്, നമുക്ക് അവരുടെ ഒരു പൊസിഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര വൃത്തിയായിട്ട് ആ ഒരു ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള നമ്മുടെ നോളജാണ് അവർ കൂടുതൽ അനലൈസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ എന്തെങ്കിലും പഠിച്ചോണ്ട് ഇങ്ങനെ കുറെ ടേംസ് പഠിച്ചോണ്ട് പോയാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും ഇവിടുത്തെ ഒരു ടെക്നിക്കൽ ഇന്റർവ്യൂ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഈ ഇന്റർവ്യൂ അത്യാവശ്യം നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് നമ്മൾ എന്തൊക്കെ പറയണം എന്നൊക്കെ ഒന്ന് സ്ട്രക്ചർ ചെയ്തായിരിക്കണം എപ്പോഴും ടെക്നിക്കൽ ഇന്റർവ്യൂവിന് പോകുന്നത്. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മെയിൻ ആയിട്ട് അത്യാവശ്യം നല്ല നോളജ് ഉള്ള ആൾക്കാരായിരിക്കും ടെക്നിക്കൽ ഇന്റർവ്യൂവിൽ നമ്മുടെ കൂടെ ഇരിക്കുന്നത്. അപ്പം അതൊക്കെ നന്നായി പ്രിപ്പയർ ചെയ്തോളാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ പ്രീവിയസ് ഹിസ്റ്ററിയെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് എല്ലാം നമ്മൾ അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ അവര് നമ്മുടെ അടുത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ജനറൽ ആയിട്ട് ഒരു കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതായത് നമ്മുടെ പേഴ്സണാലിറ്റി എങ്ങനെയുണ്ട്, നമുക്കത് നമ്മളത് പറയുമ്പോൾ എത്ര ടാക്ടിക്കലി നമ്മളെ ആൻസർ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി ഒരു കുറെ ക്വസ്റ്റ്യൻസ്, ട്രിക്കി ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിൽ ബേസിക്കലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോ പണ്ട് വർക്ക് ചെയ്ത ആൾക്കാരാണെങ്കിൽ എന്തുകൊണ്ട് പഴയ വർക്ക് ചെയ്ത കമ്പനിയിൽ നിന്ന് ഇപ്പൊ മാറുന്നു എന്ന് ചോദിക്കാം. അപ്പൊ അതിന് നമ്മള് ഒരിക്കലും നമ്മുടെ പഴയ പ്രീവിയസ് ആയിട്ടുള്ള കമ്പനിയെ കുറിച്ച് ഒരിക്കലും കുറ്റം പറയരുത്. നമ്മുടെ മാനേജറിനെ കുറിച്ചോ നമ്മുടെ കൊളീഗ്സിനെ കുറിച്ചോ ആരെ കുറിച്ച് നമ്മൾ ഒന്നും നെഗറ്റീവായിട്ട് പറയല്. നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ മാറുക എന്ന്, പക്ഷെ മാറുന്നതിന് നമ്മളൊരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു റീസൺ പറയണം. അത് പ്രാക്ടിക്കലി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യണം. ആ ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് മാറുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിപ്പോ ഓരോരുത്തർക്ക് ഓരോ കേസ് കാണുമല്ലോ, അതനുസരിച്ചൊന്ന് നൈസായിട്ട് അത് ഹാൻഡിൽ ചെയ്യണം. അല്ലാതെ ആ കമ്പനി കൊള്ളാഞ്ഞിട്ടോ അവിടുത്തെ എന്റെ പൊസിഷൻ എനിക്ക് നന്നായി ചെയ്യാൻ പറ്റാഞ്ഞിട്ടോ ആണ് ഞാൻ മാറുന്നത് എന്നൊരു ഇംപ്രഷൻ കൊടുക്കാതെ ഒന്ന് നൈസായിട്ട് ആ ക്വസ്റ്റ്യൻ, അതുപോലുള്ള ക്വസ്റ്റ്യൻസ് കുറെ ഉണ്ടാവേ, അത് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ അതുപോലെ അവർ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഇതല്ലാതെ വേറെ ക്വസ്റ്റ്യൻസ് വരാം. നമ്മുടെ സ്ട്രെങ്ത് എന്താ, നമ്മുടെ വീക്ക്നെസ് എന്താണ്, നമുക്ക് എന്തിലൊക്കെയാണ് എക്സൽ ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ പറഞ്ഞുള്ള കുറെ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും. പിന്നെ എന്തുകൊണ്ട് ഈ കമ്പനി, നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്ന കമ്പനി എന്തുകൊണ്ട് നിങ്ങൾ ചൂസ് ചെയ്തു, എന്തുകൊണ്ടാ പർട്ടിക്കുലർ പൊസിഷൻ സെലക്ട് ചെയ്യുന്നത്, അതെ
പിന്നെ നമ്മൾ ഈ ഒരു ഏത് ഇന്റർവ്യൂവിന് പോകുമ്പോഴായാലും ഏത് കമ്പനിയിലോട്ടാണോ നമ്മൾ ആപ്ലിക്കേഷൻ അയച്ചത് ആ കമ്പനിയെ പറ്റി നമ്മൾ കുറച്ചൊന്ന് അറിഞ്ഞിരിക്കണം. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഗൂഗിൾ ചെയ്ത് തന്നെ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആ കമ്പനിയെ പറ്റി അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. കാരണം ഇന്റർവ്യൂവിൽ നമുക്ക് പറയാൻ പറ്റണം എന്തുകൊണ്ടാണ് ഞാൻ ഈ കമ്പനിയിൽ അപ്ലൈ ചെയ്തത്. ഞാനൊരു 1000 കമ്പനിയിൽ അപ്ലൈ ചെയ്തതിൽ ഏതെങ്കിലും ഒരെണ്ണമായി ഈ കമ്പനി എന്നൊരു ഇംപ്രഷൻ ആ ഇന്റർവ്യൂവറിന് തോന്നാതിരിക്കാൻ ഞാൻ ഈ കമ്പനിയിൽ ആഗ്രഹിച്ചയച്ചത്, അല്ലെങ്കിൽ എനിക്ക് ഈ കമ്പനിയിൽ വേണം ഒരു പൊസിഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. അത് പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കമ്പനിയെ പറ്റി കുറച്ച് അറിഞ്ഞിരിക്കണം. ആ കമ്പനിയിൽ ശരിക്കും നടക്കുന്ന ഇൻസൈഡിൽ നടക്കുന്ന എന്താണ് പ്രോസസ്സ്, അവിടെ എന്ത് വർക്കാണ് നടക്കുന്നത്, അതെന്താണ് ഹാൻഡിൽ ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് ഗൂഗിളിൽ നിന്ന് നോർമലി നമുക്ക് കിട്ടുന്ന കമ്പനി വെബ് പേജിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പൊ അവിടെ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. എന്ത് പ്രൊഡക്ട്സ് ഉണ്ടോ ആ പ്രൊഡക്ട്സുകളെല്ലാം പഠിച്ചു വെച്ചത് നല്ലതായിരിക്കും. അതൊക്കെ ഇന്റർവ്യൂവിന് നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ആയിരിക്കും. എന്നോട് ഒരു ടെക്നിക്കൽ ഇന്റർവ്യൂവിൽ അവരുടെ എന്തൊക്കെ പ്രോഡക്ട്സ് ആണെന്ന് അറിയാമോ, അല്ലെങ്കിൽ അവിടെ ഹാൻഡിൽ ചെയ്യുന്ന ടെക്നോളജി ഏതൊക്കെ അറിയാമോ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെന്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ ഇതൊന്നും നോക്കാതായിരുന്നു പോയിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതൊന്നും എനിക്ക് അറിയത്തില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി. പക്ഷെ എനിക്ക് അവരെന്നോട് പറഞ്ഞു സാരമില്ല, അതൊക്കെ നോക്കിയാൽ മതി, വെബ്സൈറ്റിലുണ്ട്, ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടെന്ന്. അപ്പൊ ഇത് നമ്മളിൽ നിന്ന് മിക്ക എംപ്ലോയേഴ്സും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അവരുടെ പ്രോസസ്സിനെ പറ്റി, അവിടെ നടക്കുന്ന പ്രൊസീജിയേഴ്സിനെ പറ്റിയുള്ള ഒരു ബേസിക് നോളജ്. ഭയങ്കരമായിട്ട് ഇൻഡെപ്ത് കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിലും കുറച്ച് നമ്മൾ അറിയണം. ആ ഇന്റർവ്യൂവിന് വേണ്ടിയെങ്കിലും നമ്മൾ കുറച്ച് പഠിച്ചിരിക്കണം. ടെക്നിക്കൽ ഇന്റർവ്യൂസ് നോർമലി ഒരു ഡ്യൂറേഷൻ എന്ന് വെച്ചാൽ ഒരു 1 hour ഒക്കെ ആയിരിക്കും. അതൊരു വീഡിയോ കോൺഫറൻസിങ് ഒക്കെ ആയിരിക്കുമല്ലോ നോർമലി ചെയ്യുന്നത്. ടീംസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനൽ വഴിയുള്ള വീഡിയോ കോൺഫറൻസിങ് ആയിരിക്കും. അതുകൊണ്ട് ഒരു 1 hour ഒക്കെ ആയിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. HR-ന്റെ കേസിൽ അത് അത്രയൊന്നും ഉണ്ടാവില്ല. ടെലിഫോണിക് കോൾ ആണെങ്കിൽ കാഷ്വലി ഒരു ടെലിഫോൺ വിളിച്ചിട്ട് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു 30 minutes ഡ്യൂറേഷൻ, അത്രയൊക്കെ HR ഇന്റർവ്യൂ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായാൽ മതി. ഇനി നമ്മള് ടെക്നിക്കൽ റൗണ്ടും പാസ്സായി, പാസ്സായെന്ന് പറയണ്ട, ടെക്നിക്കൽ റൗണ്ടിൽ നമ്മളെല്ലാം ഓക്കെ ആയിരുന്നു. എംപ്ലോയറിന് നമ്മളെ ഒന്നുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കും ഫർദർ ആയിട്ടൊന്ന് ഒരു സ്റ്റെപ്പ് കൂടെ പോകണം എന്ന് തോന്നുമ്പോഴുള്ള നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഓൺസൈറ്റ് ഇന്റർവ്യൂ. ഇവിടെ ജർമ്മനിയിൽ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക കമ്പനികളും ഒരു ഓൺസൈറ്റ് ഇന്റർവ്യൂ നമുക്ക് ഓഫർ ചെയ്യും. കാരണം അത് നമുക്കൊരു ഇംപ്രഷൻ ഉണ്ടാവാൻ വേണ്ടിയും പിന്നെ അവർക്ക് നമ്മള് പേഴ്സൺ ടു പേഴ്സൺ ഒരു ഇംപ്രഷൻ ഉണ്ടാവാൻ വേണ്ടിയാണ് അവര് ഓൺസൈറ്റ് ഇന്റർവ്യൂ നമുക്ക് ഓഫർ ചെയ്യുന്നത്. അതില് കൂടുതൽ നമ്മള് കമ്പനി ഡയറക്ട്ലി പോയി കണ്ട് കമ്പനിയുടെ കാര്യങ്ങളെല്ലാം നമ്മുടെ മാനേജറോ ആരാണ് നമുക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് അവര് നമ്മളെ ചുറ്റി നടന്ന് എല്ലാം കൊണ്ട് കാണിക്കും. പക്ഷെ ചില കേസിലും അവിടെ വെച്ചും നമുക്കൊരു ഇന്റർവ്യൂ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അവർ പേഴ്സൺ ടു പേഴ്സൺ നമുക്ക് കാണുമ്പോൾ നമുക്കറിയാം ഒരാളുടെ വെൽ പ്രിപ്പയർഡ് ആണോ വന്നിരിക്കുന്നത്, എങ്ങനെയാ എന്തുവാ. അപ്പൊ നമുക്കൊരു പേഴ്സണാലിറ്റി അവർക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആണെന്ന്. നാട്ടിൽ പക്ഷെ അങ്ങനെ ഒരു ഓൺസൈറ്റ് ഇന്റർവ്യൂ സംഭവം ഇല്ലെന്ന് തോന്നുന്നു. ശരിക്കും അത് ഒരു നല്ല സംഭവം എവിടുത്തെ തോന്നുന്നു ഓൺസൈറ്റ്. കാരണം നമുക്ക് നമ്മൾ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ആ കമ്പനിയെ നമുക്കൊന്ന് അറിയാനും അവിടെ ഉള്ള ഒരു എൻവയോൺമെന്റ് ശരിക്കും ഒന്ന് മനസ്സിലാക്കാനും ഒക്കെ നല്ല ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഓൺസൈറ്റ് ഇന്റർവ്യൂ. ഞാനിപ്പോ കയറിയ കമ്പനിയിൽ ഫസ്റ്റ് ഈ ഒരു ടെക്നിക്കൽ റൗണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ എന്റെ മാനേജർ ആ കോളിൽ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് എപ്പോഴാണ് അവൈലബിൾ ഒരു ഓൺസൈറ്റ് വന്ന് നമ്മുടെ കമ്പനി കാണാൻ എന്നുള്ളത്. അപ്പം ഞാൻ എപ്പോഴായാലും എനിക്ക് കുഴപ്പമില്ല, മാനേജറിന് ഓക്കെ ആയിട്ടുള്ള സമയത്ത് ഫ്ലെക്സിബിൾ ആണെന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ പുള്ളി ഒരു അപ്പോയിന്റ്മെന്റ് തന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്കൊരു 4 hours എങ്കിലും വേണമെന്ന് പറഞ്ഞു ഒരു ഓൺസൈറ്റ് ഇന്റർവ്യൂ. ഞാൻ ഇന്റർവ്യൂ എന്നാണ് ആദ്യം പറയുന്നത്, ഓൺസൈറ്റ് വാ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ ആണല്ലോ. അപ്പൊ ഞാൻ കരുതി 4 hours ഇന്റർവ്യൂ കഴിഞ്ഞു, എന്ത് പറയാനാ 4 hours, അതൊരു ഭയങ്കര ഡ്യൂറേഷൻ ആണല്ലോ എന്നാണ് എനിക്ക് ആദ്യം തോന്നിയത്. പക്ഷെ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് പേടിച്ചാണ് ഞാൻ പോയത്. 4 മണിക്കൂർ എന്ത് ചെയ്യിപ്പിക്കാനാ, പ്രാക്ടിക്കലി കുറെ കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യിപ്പിക്കുമായിരിക്കോ എന്നൊക്കെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടായിരുന്നു ഞാൻ ആ ഒരു ഓൺസൈറ്റ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഒരു ബേസിക് ആയിട്ട് ഇരുന്ന് നമ്മളുമായിട്ട് കുറെ സംസാരിച്ച് അവിടുത്തെ ബേസിക് ആയിട്ടുള്ള കമ്പനിയിലെ പ്രോസസ്സും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത്, അത് ഈ ടെക്നിക്കൽ റൗണ്ടിൽ ജസ്റ്റ് എന്ന് പറയുന്ന പോലെയല്ല, അവിടെ ഇൻസൈഡ് ആ കമ്പനിയിൽ നടക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ നമ്മളോട് പറഞ്ഞ് എന്നിട്ട് നമ്മളെ കമ്പനി മൊത്തം കൊണ്ടു നടന്ന് കാണിക്കും. ഓരോ ഡിപ്പാർട്ട്മെന്റിലും പോയി അവിടുത്തെ കാര്യങ്ങളെല്ലാം കാണിച്ച്
ഇതൊക്കെയാണ് സംഭവം, എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു തരുന്ന ഒരു സെഷനാണ് ഇത്. എന്നിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ട പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ നമ്മളെ ആ ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടിരുത്തി അവര് അവിടുത്തെ വർക്കും കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരും. അതായിരുന്നു എൻ്റെ ഒരു ഓൺസൈറ്റ് ഇന്റർവ്യൂ എക്സ്പീരിയൻസ്. എനിക്ക് തോന്നുന്നത് ഭയങ്കര നല്ലതാണെന്ന് തോന്നുന്നു. കാരണം നമ്മളൊരു കമ്പനിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു നല്ലൊരു ഇംപ്രഷൻ കിട്ടും ആ ഒരു കമ്പനിയെ പറ്റിയും. ഇൻ കേസ് നമുക്ക് അവിടെ പോകണ്ടെന്നുണ്ടെങ്കിലും അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ എംപ്ലോയീസിനെ കാണുമ്പോഴോ അല്ലെങ്കിൽ അവിടുത്തെ വർക്ക് നമ്മൾ വിചാരിച്ച പോലെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് വേണ്ടാന്ന് വെക്കാനും ഒരു ഇതാണ് ആ ഒരു ഓൺസൈറ്റ് ഇന്റർവ്യൂ. അത് അത്ര ടഫായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇന്റർവ്യൂ അത്രയും ടഫായിട്ട് നമുക്ക് ഓൺസൈറ്റ് ഇന്റർവ്യൂ അങ്ങനെ അത്രയും ടഫ് ആവത്തില്ല. പിന്നെ ഞാൻ കുറച്ചും പറഞ്ഞില്ല, എനിക്ക് ഒരു ഇന്റർവ്യൂ നടന്നപ്പം എനിക്ക് HR കോളും ഒന്നും ഇല്ലായിരുന്നു. ഡയറക്ട്ലി മാനേജർ വിളിച്ചിട്ട് മെയിൽ അയച്ചു, ഇന്ന പോലെ ഇന്റർവ്യൂ ഉണ്ട്, കമ്പനിയിലോട്ട് ഡയറക്ട്ലി വാ എന്നുള്ള രീതിയിലായിട്ട്. ഇപ്പൊ ഡയറക്റ്റ് ഓൺസൈറ്റ് ആയിരുന്നു, വിത്തൗട്ട് HR ഇന്റർവ്യൂ, വിത്തൗട്ട് ടെക്നിക്കൽ ഇന്റർവ്യൂ, ഓൺലൈൻ ഒരു ഇതും ഇല്ലായിരുന്നു. അപ്പൊ നേരെ അവിടെ ചെന്നിട്ട് അവിടെ ചേർന്ന് എനിക്ക് ടെക്നിക്കൽ ഇന്റർവ്യൂ നടന്നത്. അപ്പം അവിടെ ചെന്നിരുന്ന് ടെക്നിക്കലി കാര്യങ്ങളെല്ലാം ചോദിച്ചു, നമ്മൾ പണ്ട് എന്താ ചെയ്തത് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചോദിച്ചതിന് ശേഷം അവിടെ വെച്ചിട്ട് സാലറി എക്സ്പെക്ടേഷനും എൻ്റെ അടുത്ത് ചോദിച്ചവര്. അപ്പം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർക്കൊരു ബോധ്യമായപ്പം കമ്പനി ത്രൂ ഔട്ട് കൊണ്ട് കാണിച്ചു, കമ്പനിയിലെ പ്രോസസ് എങ്ങനെയാ എന്തുവാ എന്നൊക്കെ കാണിച്ചു. അപ്പം ആ ഒരു ഇന്റർവ്യൂ എനിക്ക് കുറച്ച് ടഫായിട്ട് വന്നു, കാരണം എല്ലാം കൂടെ ഒറ്റയടിക്കായിരുന്നു നടന്നത്. സോ എനിക്ക് നേരത്തെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊക്കെ നടന്നാൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഇതെല്ലാം നേരത്തെ കഴിഞ്ഞു എന്നൊരു തോട്ടുണ്ട്. ഇതാകുമ്പോൾ എല്ലാം കൂടെ ഒറ്റയടിക്ക് നടന്നപ്പോൾ നമുക്കൊരു ടെൻഷനായിരുന്നു ആ സമയത്ത്. നമുക്ക് ജനറലൈസ് ചെയ്ത് ഒരു പ്രോസസ്സ് ശരിക്കും പറയാൻ പറ്റില്ല. ശരിക്കും കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്ര പ്രോസസ്സ് ഉണ്ട്, എത്ര റൗണ്ട് ഉണ്ട്, എങ്ങനെയായിരിക്കും അവർ ഇന്റർവ്യൂ നടത്തുന്നത് എന്നുള്ളതെല്ലാം ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞത് നമുക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇതേപോലെ ഒന്നും ആയിരിക്കണമെന്നില്ല, ചിലപ്പോൾ ഒരു ഇന്റർവ്യൂ ഉണ്ടാവുള്ളായിരിക്കും കംപ്ലീറ്റ് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും ജനറലി പറയുകയാണെങ്കിൽ ഒരു HR ഇന്റർവ്യൂ, ഒരു ടെക്നിക്കൽ ഇന്റർവ്യൂ, പിന്നെ ഒരു ഓൺസൈറ്റ് ഇന്റർവ്യൂ, ഇങ്ങനെയാണ് പോകുന്നത്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഓൺസൈറ്റ് ഇന്റർവ്യൂലായിരിക്കും കൂടുതലും ഈ സാലറിയെ പറ്റിയുള്ള ഡിസ്കഷൻസും കാര്യങ്ങളും ഒക്കെ പറയുന്നത്. നേരത്തെ ഒരു ക്വസ്റ്റിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ട്രിക്കി ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് സാലറി എക്സ്പെക്ടേഷനും. അതും കുറച്ചൊന്ന് നൈസായിട്ടൊക്കെ ഹാൻഡിൽ ചെയ്യണം. നമുക്ക് വേണ്ട സാലറി നമ്മൾ അത്രയും വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ പറയുന്നത് അത്രയും കുഴപ്പമില്ല. പക്ഷെ എന്നാലും നമ്മൾ പറയുമ്പോൾ നമ്മുടെ അടുത്ത് സാലറി എക്സ്പെക്ടേഷൻ HR ആണെങ്കിലോ മാനേജർ ആണെങ്കിലോ ആരാണ് നമ്മൾ ഇന്റർവ്യൂവിനോട് ചോദിക്കാൻ നേരത്ത് പറയുമ്പോൾ അത് നൈസായിട്ട് ഡീൽ ചെയ്യണം. ഇല്ലെങ്കിൽ അവിടെ വെച്ച് നമ്മൾ എത്ര നല്ല രീതിയിൽ ടെക്നിക്കൽ നോളജ് ഉണ്ടെന്ന് പറഞ്ഞാലും ആ ഒരു ആൻസറോട് കൂടെ ചിലപ്പം നമ്മുടെ ചാൻസ് പോയി എന്ന് വരാം. കുറച്ച് നെഗോഷ്യബിൾ ആണെന്ന് പറയുന്നതായിരിക്കും എപ്പോഴും നല്ലതെന്ന് തോന്നുന്നു. കാരണം നമ്മളിപ്പോ ഈ 2 സ്റ്റേജ് ഇന്റർവ്യൂവിന്റെ ഇത്രയും സ്റ്റേജിൽ എത്തിയെന്ന് കരുതിയാലും നമ്മളെ അവർ ഹയർ ചെയ്യണമെന്നില്ല. കാരണം നമ്മളെ പോലെ കുറെ ആപ്ലിക്കന്റിനെ ചിലപ്പോൾ അവർ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ ഈ ഒരു സ്റ്റേജ് എത്തിയെന്ന് കരുതി നമ്മളെ ആയിരിക്കത്തില്ല അവരെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വേറെ കുറെ ആൾക്കാരും സെയിം ഒരു പ്രോസസ്സ് ഉണ്ടായിരിക്കും. അപ്പം ചിലപ്പോൾ ഒരേ ഒരു പോയിന്റിലായിരിക്കും നമ്മളുടെ സാലറി എക്സ്പെക്ടേഷൻ ഒരുപാട് ഹൈ ആയോ, ചിലപ്പോൾ ആ ഒരു പോയിന്റിലായിരിക്കും നമുക്ക് ആ ജോലി നഷ്ടപ്പെടുന്നത്. കാരണം വേറൊരു കാൻഡിഡേറ്റ് വന്നു, അവർക്ക് നമ്മളെക്കാൾ എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷെ അത്രയും സാലറി ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആ എംപ്ലോയർ ആ കാൻഡിഡേറ്റിനെ ആയിരിക്കുമല്ലോ സെലക്ട് ചെയ്തത്. അപ്പം സാലറി എക്സ്പെക്ടേഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾ അത്ര ഇതാണെങ്കിൽ എക്സ്പെക്ടേഷൻ പറയുന്നതിന് കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെക്ടേഷൻ പറയാം, പക്ഷെ ഓൾവേസ് ബെറ്റർ കുറച്ച് നെഗോഷ്യബിൾ ആണ് എന്നുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും. എസ്പെഷ്യലി നമ്മൾ ആദ്യമായിട്ട് ജോലി ട്രൈ ചെയ്യുന്ന ആളാണെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് താന്നു കൊടുക്കുന്നതാണ് നല്ലത്. എന്നോട് ആദ്യം എനിക്കിപ്പം ജോലിക്ക് കയറിയ കമ്പനിയിൽ സാലറി എക്സ്പെക്ടേഷൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ഒരു ജോലിയാണ് കൂടുതൽ ഇപ്പൊ പ്രയോറിറ്റി, സാലറിയെക്കാളും എനിക്ക് പ്രയോറിറ്റി ഇപ്പൊ ഒരു ജോലി എന്നായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, ഞാനൊരു കറക്റ്റ് ഒരു ഫിഗർ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഹാൻഡിൽ ചെയ്യാം. നമ്മളിപ്പോ ഇപ്പൊ എന്റെ കേസ് പറഞ്ഞാൽ എനിക്ക് മാസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് തുടക്കത്തിൽ നമുക്ക് ഇന്നത് പോയി പറയാം, എത്ര സാലറി നമുക്ക് അവരുടെ അടുത്ത് പറയാം എന്നുള്ള ഒരു എനിക്കും തോന്നിയില്ലായിരുന്നു. ഞാനും അവള് പറഞ്ഞിട്ട് തന്നെ ഞാനും തുടക്കത്തിൽ എനിക്കിപ്പോ ഇവിടെ 4 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട് ജർമ്മനിയിൽ. അപ്പം തുടങ്ങിയപ്പോ എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂവിലും ഞാൻ അതുപോലെ ആയിരുന്നു പറഞ്ഞത്, ഞാൻ നെഗോഷ്യബിളാ എന്ന് പറഞ്ഞു തുടങ്ങി. പിന്നെ നമുക്ക് പറഞ്ഞത് പിന്നെ നമുക്കൊരു കുഴപ്പമില്ല. പിന്നെ എക്സ്പീരിയൻസ് നമ്മള് കളക്ട് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് സാലറി പറയുന്നത് കുറച്ച് ഇതൊക്കെ കാണിക്കാം. പക്ഷെ തുടങ്ങാൻ നേരത്ത് നമുക്ക് ഇവിടെ ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നതാണ് മെയിൻ ടാസ്ക്.
അതെ അതെ, ജർമ്മനിയിൽ വന്നിട്ട് നമ്മൾ ഒരു വർഷം വർക്ക് ചെയ്താലും അല്ല, ഒരു വർഷത്തിന്റെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അതിന് അത്യാവശ്യം നല്ല വാല്യൂ ഉണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് കുറെ വർഷം വർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നാലും അവർ അത്രയും വാല്യൂ അതിന് കരുതണമെന്നില്ല. ഇപ്പം ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് പഠിച്ചു അല്ലെ, അത് കഴിഞ്ഞ് ഇവിടെ ഒരു വർഷം വർക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു വാല്യൂ ഇവിടെ കൊടുക്കുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. നാട്ടിലെ എക്സ്പീരിയൻസിന് അത്രയും ഉണ്ട്. ഓഫ് കോഴ്സ് നാട്ടിൽ നിന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പേരെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വർക്ക് വിസയിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കമ്പനീസ് ഹയർ ചെയ്യുന്നുണ്ട് ഒരുപാട് പേരെ. അല്ലാതെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ എക്സ്പീരിയൻസിന് കുറച്ചുകൂടെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു ഓൺസൈറ്റ് ഇന്റർവ്യൂവിൽ നമുക്ക് ഒരിക്കലും ഒരു ഫൈനൽ റിസൾട്ട് നമുക്ക് അവിടെ വെച്ച് ഒരിക്കലും കിട്ടത്തില്ല. ഓൺസൈറ്റ് ഇന്റർവ്യൂ നടന്നതിന് ശേഷം അവര് പറയാം, ഓക്കെ നമ്മൾ കോൺടാക്ട് ചെയ്യാം, നമ്മുടെ HR കോൺടാക്ട് ചെയ്യും, ഇത്ര നാൾക്ക് ശേഷം കോൺടാക്ട് ചെയ്യുമായിരിക്കും എന്ന് പറഞ്ഞ് നമ്മളെ അങ്ങ് വിടുത്തതേ ഉള്ളൂ. നമുക്ക് ഒരിക്കലും നമ്മുടെ ഓൺസൈറ്റ് വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചാടിത്തുള്ളി ജോലി കിട്ടിയെന്ന് പറയാൻ നമുക്ക് ഒരിക്കലും ഇരിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മള് 2-3 വീക്സ് വെയിറ്റ് ചെയ്യേണ്ട വരുമായിരിക്കും HR റിപ്ലൈക്ക് വേണ്ടി. അത് നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. സോ എന്തായാലും ഈ ഒരു രീതിയിലായിരിക്കും ജോബ് ഇന്റർവ്യൂവിന്റെ പ്രൊസീജിയേഴ്സ് നടക്കുന്നത് ജർമ്മനിയിൽ. പിന്നെ നമ്മളെ അവർ സെലക്ട് ചെയ്തില്ലെങ്കിൽ അവർ നമ്മളെ ഇമെയിൽ അയച്ചാൽ നമുക്ക് ഇൻഫർമേഷൻ എന്തായാലും കിട്ടും. നെഗറ്റീവ് ആണ്, അതൊരു നല്ല കാര്യം കേട്ടോ. നമ്മൾ ഏത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താലും അല്ല ഒരു ആപ്ലിക്കേഷൻ അയച്ചാലും നമ്മളെ സെലക്ട് ചെയ്തില്ലെങ്കിലും അവരത് റിജക്ഷൻ ആയിട്ട് നമ്മളെ അറിയിക്കും. കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതും പിന്നെ ഉടനെ ഒന്നും ചിലപ്പോൾ അവര് റെസ്പോണ്ട് ചെയ്യത്തില്ലായിരിക്കും. അവർ ടൈം എടുത്ത് 2-3 വീക്സോ ചിലപ്പോൾ അതിൽ കൂടുതലോ ഒക്കെ എടുത്തിട്ടായിരിക്കും നമ്മളെ ഇൻഫോം ചെയ്യുന്നത്. നമ്മൾ ഓക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ സാലറി എക്സ്പെക്ടേഷൻ പറഞ്ഞിട്ടുണ്ടാവും ഓൺസൈറ്റ് വെച്ചിട്ട്. നമുക്ക് പക്ഷേ ഇപ്പൊ ഇൻ കേസ് നിങ്ങൾ ഹയർ ചെയ്തു ആ ഒരു പോസ്റ്റിലേക്ക് ഉണ്ടെങ്കിൽ അവര് നമ്മളോട് കൺഗ്രാറ്റുലേഷൻ, നിങ്ങൾക്ക് ഒരു ജോലി കിട്ടി എന്ന് പറയുമ്പോൾ അവര് പറയുന്ന സാലറി ചിലപ്പോൾ എക്സ്പെക്ടേഷൻ പറഞ്ഞ അത്രയും തരുന്നൊന്നും ഒരിക്കലും ഇല്ലല്ലേ. പിന്നെ അവരവിടെ ഡിസ്കഷൻ ചെയ്തിട്ട് HR മാനേജറും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവർക്ക് ഓക്കെ ആവുന്ന ഒരു സാലറി ആയിരിക്കും മിക്കവാറും അവര് പ്രൊവൈഡ് ചെയ്യുന്നത്. ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ തരാനും മതി, അതൊക്കെ ഡിപ്പെൻസ് ആയിരിക്കും. ചോദിച്ചൊക്കെ ചിലപ്പോൾ കിട്ടും. നമ്മൾ ചോദിച്ച സാലറി ചിലപ്പോൾ കിട്ടും, പക്ഷെ അത് കൂടുതൽ കിട്ടുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. ചോദിച്ച സാലറിക്കാട്ടിൽ എന്തായാലും ഒരു 500 യൂറോ കുറവായിരിക്കും ഇവർ തരുന്നത്. പിന്നെ നമ്മള് ചിലപ്പോൾ ജോബ് കോൺട്രാക്ട് ഇപ്പം ജോലി കിട്ടിയെങ്കിൽ നമ്മൾ പറഞ്ഞ അവിടെ ഓൺസൈറ്റ് ഇന്റർവ്യൂവിൽ നമ്മൾ സാലറി എക്സ്പെക്ടേഷൻ പറഞ്ഞിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ കോൺട്രാക്ട് കിട്ടാൻ നേരത്തായിരിക്കും നമുക്ക് അറിയുന്നത്, കോൺട്രാക്ട് നോക്കാൻ നേരത്തായിരിക്കും നമുക്ക് അറിയുന്നത് അതിനകത്ത് ഇത്ര സാലറി എഴുതിയിട്ടുള്ളൂ എന്ന് നമുക്ക് വേണമെങ്കിൽ അപ്പൊ നമുക്ക് ഡിസൈഡ് ചെയ്യാം, ഓക്കെ വേണ്ട ഈ ജോബ് വേണ്ട നമുക്ക് വേറെ ജോലി നോക്കാം എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അങ്ങനെ ജോബ് കോൺട്രാക്ട് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം, ജോലി കിട്ടിയിരിക്കുകയാണ്. പിന്നെ ആ ജോബ് കോൺട്രാക്റ്റിൽ തന്നെ ബാക്കി നമ്മുടെ ജോബിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസും കാര്യങ്ങളും എല്ലാം കാണും. ഇതൊക്കെയാണ് ബേസിക്കലി ഒരു ഇന്റർവ്യൂ പ്രോസസ്സ്. ഡിപ്പെൻസ് ആയിരിക്കും. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതെല്ലാം എവിടെയും ഇങ്ങനെ എഴുതി വെച്ചിട്ടൊന്നും ഇല്ല. ഇത് ഈ ഓരോ സ്റ്റെപ്പിൽ കൂടെ പോകണോ എന്നുള്ളത് ഓരോരുത്തർക്കും ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്തല്ലോ. ഇപ്പം ഈ പ്രൊസീജിയേഴ്സ് ഒന്നും ഇല്ലാതെ എല്ലാം ഒറ്റയടിക്ക് നടന്ന കേസ്, ഇപ്പൊ എന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഇതെല്ലാം നടന്ന അവളുടെ കേസും പറഞ്ഞു. എന്റെ കേസിൽ എല്ലാം നടന്നിട്ടുണ്ട്, പക്ഷെ പല രീതിയിലായിരിക്കും, കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. പിന്നെ ജോബ് കോൺട്രാക്ട് കിട്ടിക്കഴിയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് എത്ര ഡേ ആണ് സിക്ക് ലീവ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ഡേയ്സ് ആണ് വെക്കേഷൻ കിട്ടുക, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. നമ്മുടെ നോട്ടീസ് പീരീഡും എല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരിക്കും. പിന്നെ ബേസിക്കലി ഇവിടെ ജർമ്മനിയിൽ നമുക്ക് മസ്റ്റ് ആയിട്ടും 6 months മിനിമം നമുക്ക് പ്രൊബേഷൻ പീരീഡ് കാണും. സോ പ്രൊബേഷൻ പീരീഡ് ചിലവർക്ക് 1 year കാണും പ്രൊബേഷൻ പീരീഡ്. സോ ഡിപ്പെൻസ് ആണ്, കമ്പനി ഡിപ്പെൻസ് ആണ്. നമ്മൾ ആ കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും പഠിച്ചു വരാൻ വേണ്ടി എടുക്കുന്ന ടൈമാണ്. ഇതെല്ലാം ചിലവർക്ക് ആ ഒരു 2 വർഷത്തേക്ക് ലിമിറ്റഡ് കോൺട്രാക്ട് ആയിരിക്കും കൊടുക്കുന്നത്, അതൊരു പോയിന്റ് ആണ്. പിന്നെ 1 വർഷത്തേക്കും ചിലപ്പോൾ കോൺട്രാക്ട് കിട്ടും, നമുക്ക് പറയാൻ പറ്റത്തില്ല. കോൺട്രാക്ട് കിട്ടുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ അറിയുന്നത് നമുക്ക് കിട്ടുന്ന കോൺട്രാക്ട് ഒരു അൺലിമിറ്റഡ് പീരീഡിലേക്കുള്ള കോൺട്രാക്ട് ആണോ, അതോ ജസ്റ്റ് ഫോർ 1 year ആണോ, അല്ലെങ്കിൽ ഫോർ 2 years ആണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് കോൺട്രാക്ട് കിട്ടുമ്പോഴായിരിക്കും അറിയുന്നത്. ചിലർ നമ്മളൊക്കെ ഇന്റർവ്യൂ ടൈം പറയുന്നതായിരിക്കും അല്ലേ. ചില കമ്പനി എടുക്കുന്നത് ആ ഒരു പോസ്റ്റിലേക്ക് ആൾക്കാർ എടുക്കുന്നത് തന്നെ അവർ എഴുതിയിട്ടുണ്ടായിരിക്കും ഫോർ 1 year അല്ലെങ്കിൽ 2 years എന്ന് പറഞ്ഞ ലിമിറ്റഡ് പീരീഡിലേക്ക് വേണ്ടി എടുക്കുന്നതെന്ന് തന്നെ പറയും, അങ്ങനെ തന്നെ മെൻഷൻ ചെയ്യുമായിരിക്കും.
അല്ലാത്ത കേസിൽ ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ കോൺട്രാക്ട് എടുക്കുന്നത്. നമുക്ക് വരുമ്പോൾ കോൺട്രാക്ട് വരുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് 1 ഇയറിലേക്കാണ് കിട്ടിയത് അല്ലെങ്കിൽ 2 ഇയറിലേക്ക് കിട്ടിയത് നമ്മൾ അറിയുന്നത്. അപ്പൊ പിന്നെ 1 ഇയർ കഴിഞ്ഞിട്ട് ചാൻസ് ഉണ്ട് ആ ഒരു അത് കമ്പനി അവർക്ക് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി അവരെടുക്കുന്ന ഒരു ടൈം പീരീഡ് ആയി 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ എന്ന് പറയുന്നത്. എന്നിട്ടായിരിക്കും ചിലപ്പോൾ അവര് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നെ അൺലിമിറ്റഡ് കോൺട്രാക്ട് നമുക്ക് തരുന്നത്. ചിലവർക്ക് തുടക്കത്തിൽ തന്നെ അൺലിമിറ്റഡ് ആയിട്ടുള്ള കോൺട്രാക്ട് കിട്ടും. അതൊക്കെ കമ്പനി ഡിപ്പെൻസ് ആയിരിക്കും. അപ്പോൾ അത്രയുള്ള ഈ ഒരു ഇന്റർവ്യൂ പ്രോസസ്സിനെ പറ്റിയും അതിൽ ഞങ്ങളുടെ എക്സ്പീരിയൻസിനെ പറ്റിയോ ഒക്കെ പറയാനായിട്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു, ഹെൽപ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Until then, ബൈ ബൈ.